നമസ്കാരം പ്രിയപ്പെട്ടവരെ, മലയാളം TV ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. അധികാരങ്ങൾ അതിന്റെ ഏറ്റവും ഭീകരമായ മുഖങ്ങൾ തുറന്നു കാണിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂരുമല എന്ന പ്രദേശത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് മിഷനറികളും പൊളിറ്റിക്സും അടക്കം പാറമട പോലുള്ള മാഫിയകൾക്ക് വേണ്ടി പിൻപ് പണി ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നത് സാധാരണക്കാരായ ജനങ്ങൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കണം. അതെ, ഇനി ബാങ്കുകളുടെ ഊഴമാണ്. ജപ്തി നടപടി പോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകളെ ഉപയോഗിച്ച് ഈ പാവങ്ങളെ അവിടുന്ന് കുടിയൊഴിപ്പിക്കാനുള്ള മാർഗങ്ങളായിരിക്കും അടുത്തതായി ഇനി ഈ പാറമട മാഫിയകൾ ചെയ്യാൻ പോകുന്നത്. സർഫാസി പോലുള്ള നിയമങ്ങൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കും. എന്ത് തന്നെയാണേലും എത്ര വർഷം ഈ പാവങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇത് എറണാകുളം ജില്ലയിലെ കൂരുമല, അതായത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ഉയരത്തിൽ രണ്ടാമത്തെ സ്ഥലം എന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം. അവരുടെ സ്വന്തം മണ്ണ്. അവർ ഇവിടെ ജനിച്ച് ഏതാണ്ട് 5 തലമുറയായിട്ട് ഇവർ ജനിച്ച് ഇവിടെ ജീവിച്ച ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ലൈറ്റ് ഉണ്ട്, അവർക്ക് വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവർക്ക് അവരുടെ പരിമിതമായ ഇഷ്ടത്തിലും ആഗ്രഹങ്ങളിലൊക്കെ അവർ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വന്ന അവരുടെ സ്വന്തം മണ്ണ്. അതിലാണ് അടുത്ത കാലത്തായിട്ട് ഇവിടെ ക്വാറി മാഫിയ ഈ പ്രദേശത്ത് പിടിമുറുക്കുന്നത്. അവർ ഈ പ്രദേശം വളഞ്ഞു. ഈ പ്രദേശത്തിൻ്റെ താഴെ ക്വാറി തുടങ്ങി എന്നുള്ളതല്ല, ഒരുപക്ഷെ 1 കോടിയിലേറെ ഒരു ദിവസം ഇവിടുന്ന് കല്ലുകൾ കൊണ്ടുപോകുന്നു. അത്ര ഭീകരമായ വരുമാനം അവർക്കപ്പോൾ ഈ നാട്ടുകാരും ഈ നാടും അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളുടെ മണ്ണും അവർ ജനിച്ച ഈ മണ്ണ് കൂടി ഈ പറയുന്ന ക്വാറിയുടെ ഭാഗമാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടിയൊഴിപ്പിക്കലിൻ്റെ ഭാഗങ്ങളായി കാണുന്നതൊക്കെ. അവർ ജീവിക്കുന്ന ഈ ചെറിയ പ്രദേശം ഇതുപോലെ എത്ര ഭീകരമായിട്ടാണ് അവരെ ഇതുപോലെ ഒരു കൂട്ടിലോട്ടാക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ. ഒരുപാട് പേരെ അവർ വളരെ നക്കാപ്പിച്ചയും ഫോഴ്സും പോലീസും എല്ലാ ഭരണകൂടത്തിൻ്റെ എല്ലാവിധ ഒത്താശകളുമായിട്ട് അവരെ ഈ മണ്ണിൽ നിന്ന് കുടിയിറക്കി വേറെ സ്ഥലത്തേക്ക് മാറ്റിച്ചു. അവർ ഒരു ഗതിയില്ലാത്ത പരഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതം മാറി. ഇവർ ഒരുപാട് കാറും ബംഗ്ലാവും ഒന്നും ആഗ്രഹിക്കുന്ന ജനതയല്ല. ഇവർക്ക് ഇവരുടെ ഈ തുച്ഛമായിട്ടുള്ള ഇവർ ജനിച്ചൊരു മണ്ണിൽ അവർക്ക് ഭക്ഷണമുണ്ട്, അവർക്ക് ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. അവരോട് കുടിയൊഴിയാൻ പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അവർക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, ഇത്തരം മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ അവരെ ഒരു തടങ്കൽ പാളയത്തിലാക്കുക എന്ന് പറയുന്നാൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഒരു ഇതിലാക്കി അവരുടെ ചെറിയ കടങ്ങളെ പോലും പെരുപ്പിച്ച് സൊസൈറ്റികൾ കൊണ്ട്, ബാങ്കുകൾ കൊണ്ട്, എല്ലാ തരത്തിലുമുള്ള ഇതര ഏത് തരത്തിൽ അവരുടെ പൈപ്പ് കണക്ഷനുകൾ കട്ട് ചെയ്ത് ജപ്തികൾക്ക് വേഗത കൂട്ടി, ഇങ്ങനെ എല്ലാ തരത്തിലും ഇവരെ പീഡിപ്പിച്ച് ഇവരെ ഒന്നൊന്നായിട്ട് ഇവരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ രാജ്യം, നമ്മുടെ ഈ സംസ്ഥാനം, ഇത് കേരളമാണെന്നുള്ളതാണ്. നമ്മൾ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനവും അവരുടെ ഏറ്റവും വലിയ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മന്ത്രിമാരുള്ള ഒരു സംസ്ഥാനത്ത് ഒരുപാട് ഉദ്യോഗസ്ഥരെ സംവരണം കൊടുത്ത് എടുക്കുന്നു, IAS ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എടുക്കുന്നു എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യം. ഇവർക്ക് അടിസ്ഥാനപരമായ മാനുഷിക പരിഗണന കൊടുക്കാൻ, അവർക്ക് ജീവിക്കുന്ന അവരുടെ മണ്ണ് വിട്ടുകൊടുക്കാനുള്ള, അതിനുള്ള ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുന്നത് എത്ര കഷ്ടമാണ്, എത്ര ലജ്ജാകരമാണ്. നമ്മളിത് ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? ഈ പറയുന്ന ഈ പാവപ്പെട്ട ജനതയ്ക്ക് നമ്മളല്ലെങ്കിൽ പിന്നെ വേറെ ആരുണ്ട്? ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് കൂരുമല എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഇവിടെ നമുക്ക് പൈപ്പ് വെള്ളം, അതുപോലെ തന്നെ പോസ്റ്റ്, അതുകൂടാതെ എല്ലാ സംവിധാനങ്ങളും, റോഡ്, ഇതെല്ലാം സർക്കാരിൻ്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല സുഖലോലുപരായിട്ടാണ് ആളുകൾ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം ജീവിച്ചു വന്നത്. അതിനു മുമ്പേ ഇവിടെ ഒരു വഴിയില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു,
36 വർഷം മുമ്പ് ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TC ചാക്കോ തൊട്ടുവേലിൽ എന്ന് പറഞ്ഞ ആ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്ഥലമായിരുന്നു അങ്ങേയറ്റത്തുള്ളത്. അന്ന് തൊട്ട് അദ്ദേഹം നമുക്ക് അവിടുന്ന് റോഡ് തരികയും ഇതിനിപ്പുറത്തേക്കുള്ള റോഡ് തരികയും പിന്നെ ഇവിടെ കടന്ന് അപ്പുറം ചെന്ന് കഴിയുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമിയിൽ കൂടിയായിരുന്നു ഈ റോഡ് കടന്നുപോയത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും എളുപ്പം പിറവം റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുളങ്ങരപ്പടി ചെല്ലുകയും ഏറ്റവും എളുപ്പം ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ മേഖലകളിൽ പോവുകയും എത്രയും എളുപ്പം തിരിച്ചിതിലേ വരികയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ റോഡാണ് ഇപ്പോൾ മറ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നേരെ മറ്റ് ചില രീതിയിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും ഉണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ഇത് ഞങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ഇവർ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും ഇതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ശാന്തസുന്ദരമായ ഒരു ജീവിതാന്തരീക്ഷം ഇവിടെ. മറ്റെല്ലാത്തിനേക്കാളും ഞങ്ങൾക്ക് ഇവിടെ ഫാൻ വേണ്ട വീടുകളിൽ. കാരണം അറബിക്കടലിലെ കാറ്റ് നമുക്ക് സുഖമായിട്ടുണ്ട്. ആ കാറ്റിനെയെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്ന രംഗമാണിത്. ഞങ്ങൾ വെന്ത് മരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ ചെയ്യാവോ അതിനേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ദോഷകരമായിട്ട് ചെയ്തു. ഇത് നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. ഇതിനിടയ്ക്ക് ഇതിനകത്ത് ടാർ മിക്സിങ് കൊണ്ടുവച്ചു. എത്രയോ പേര് രോഗികളായി തീർന്നു. 10 ദിവസത്തേക്ക് 3000 രൂപയുടെ മരുന്ന് ഓരോ വീടുകളിലും വേണം. അവരെല്ലാം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഞാനടക്കം. അത്ര ഞങ്ങളെ കഷ്ടപ്പെടുത്തി ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞങ്ങൾ ആരോടാണ് ഇനി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അത്ര ദയനീയമായ ഒരു സ്റ്റേജിലാണ് ഇവിടുത്തെ ജനത ജീവിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഈ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു വികസനവും എത്താത്തൊരു പ്രദേശമായിരുന്നു ഈ കൂരുമല. ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമായിരുന്നു ഈ കൂരുമല. അതിനെല്ലാം അഹോരാത്രം പണിയെടുത്തത് ഈ കൂരുമല ദേശത്തെ ജനങ്ങൾ തന്നെയായിരുന്നു. അവർ തന്നെ കൊണ്ടുവന്ന റോഡും വെള്ളവും വെളിച്ചവും ഒക്കെയാണ്. സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിച്ചു, അതൊക്കെ ശരി. പക്ഷേ ഇതെല്ലാം ചെയ്തെടുത്തത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ടുണ്ടാക്കിയതാണിത്. അല്ലാതെ ആരും എന്നാ നിങ്ങൾ പിടിച്ചോ സുഖമായി കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് ആരും കൊണ്ടൊന്നും ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്നതല്ല. അത്ര കഷ്ടതയിലൂടെ ഞങ്ങൾ നേടിയെടുത്തതാണ്. 36 വർഷം മുമ്പ് ഞങ്ങൾക്കിവിടെ ഈ വഴിയുള്ളതാണ്. ആ വഴിയൊക്കെയാണ് ഈ അടച്ച് ബ്ലോക്ക് ചെയ്ത് ഞങ്ങളെ കൂട്ടിനകത്താക്കി ഇങ്ങനെ പുകച്ച് കത്തിച്ച് എരിച്ച് ചാടിച്ച് കളയാൻ വന്നു. ഞങ്ങളിൽ ഒരു കുഞ്ഞ് അവസാനിക്കുന്നത് വരെ ഇതിനു വേണ്ടി പോരാടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. യാതൊരു തർക്കവും ഇല്ല. ഇത് പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതാണ്. അതിനുവേണ്ടി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് താഴത്തെ ടാങ്ക് അത് കൂരുപ്പാറ എന്ന് പറയും. അതിനപ്പുറത്തെ പാറ നെല്ലൂര് പാറ, അവിടെയാണ് വിസാറ്റ് കോളേജ്. അതിനിപ്പുറം കൂരുപ്പാറ ടാങ്ക്. ആ ടാങ്കിൻ്റെ അവിടുന്ന് ഈ ടിക്കറ്റ് കൗണ്ടർ വരെ, ടൂറിസത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരെ 20 ലക്ഷം രൂപ MLA ഫണ്ട് വാങ്ങിച്ച് ഇവിടെ റോഡ് ഉണ്ടാക്കിയത് ഞാനാണ് അന്ന്. അതിനുശേഷം അവിടുന്ന് അതിൻ്റെ മുകളിലേക്ക് കെ തോമസ് എന്ന് പറഞ്ഞ മെമ്പർ MP ഫണ്ട്, അതുപോലെ പട്ടികാതി ഫണ്ട് എടുത്താണ് മുകളിൽ ചെയ്തത്. അതിനും തൊട്ട് മുകളിൽ ഒരു മതിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ മുതലാണ് ഇങ്ങോട്ടേക്ക് കോർപ്പസ് ഫണ്ട് 25 ലക്ഷം രൂപ 18-19 അനുവദിച്ചു. അത് വെച്ചാണ് 19 ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. അപ്പോൾ റോഡ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു വാഹനം ഇങ്ങോട്ട് വരണമെങ്കിൽ ഇടയ്ക്കോടെ പാറക്കെട്ടുകളുണ്ടായിരുന്നു. ഈ പാറക്കെട്ടുകൾ നീക്കം ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടെയുള്ള ആർക്കും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വാഹനം വരാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കോർപ്പസ് ഫണ്ടോടെ കിട്ടിയപ്പോൾ നമുക്കത് വാഹനം വരുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. ഈ വെള്ളമില്ല, വഴിയില്ല, വെളിച്ചമില്ല. ഇവിടുത്തെ മുൻ തലമുറ പഴയ കാരണന്മാർ പകൽ മുഴുവനും കൂലിപ്പണിക്കെല്ലാം പോകും. എന്നിട്ട് രാത്രി മുഴുവനും വെള്ളം ഈ താഴെ അടിവാരത്തുള്ള പാടത്ത് പോയി വെള്ളം ചുമന്നും അങ്ങനെ കഷ്ടപ്പെട്ടും താഴെ ആ ടാങ്കിൽ നിന്ന് വെള്ളം ചുമന്നും ഒക്കെ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. 28 വീടുണ്ടായിരുന്നു. ദളിത് ക്രൈസ്തവരും പട്ടികജാതിക്കാരും ഒക്കെ ആയിട്ട്. അതിൽ കുറേ ആളുകളെ അങ്ങോട്ട് ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് ഈ കറണ്ട് കിട്ടുന്നത് 2009-10 വർഷത്തിലാണ്. അത് ഈ SC ഫണ്ട് തന്നെയാണ്, പഞ്ചായത്തിൻ്റെ ഫണ്ട് എടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹം ഈ സ്ഥലം ഇതിനടുത്ത് കിടക്കുന്ന സ്ഥലം വന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ പൈപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇവിടം വരെയാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഉള്ളത്. ഇതൊക്കെ ആരാ ഇതിനെല്ലാം അധികാരം കൊടുത്തത്?
ഇതാരാണ് ഇതിന് അധികാരം കൊടുത്തത്? ഇത് സംബന്ധിച്ച് എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികൾ, പ്രധാനപ്പെട്ട എല്ലായിടത്തും കളക്ടർക്കൊക്കെ എത്രയോ തവണ കൊടുത്തിരിക്കണം. അതുപോലെ എവിടെയോ കൊടുക്കാൻ ഇനി ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താഴേക്ക് എൻക്വയറി കോൾ ഫോർ ചെയ്തിട്ടില്ലേ? കുറച്ച് പേരൊക്കെ വന്നു, അന്വേഷിച്ചൊക്കെ പോയി. അതിനെപ്പറ്റിയൊക്കെയുള്ള റിസൾട്ട് ഞാനൊന്നും പറയുന്നില്ല, കാരണം അതൊന്നും എനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഇത്തരം ഭൂചൂഷണ മാഫിയകളും അവർക്ക് കുടപിടിക്കുന്നവരുമാണ് കേരളത്തിലെ യഥാർത്ഥ അപകടകാരികളെന്ന് തിരിച്ചറിയപ്പെടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു.